വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ വീഡിയോ അവക്കാഡോയെ കുറിച്ചിട്ടാണ്. നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. പണ്ടൊക്കെ അത്ര സുലഭമായിരുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴൊക്കെ അവക്കാഡോ നമുക്ക് അവൈലബിൾ ആണ്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. ബട്ടർ ഫ്രൂട്ട് എന്നും ഇതിനെ പറയാറുണ്ട്. ഇതിനകത്ത് ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡും അതുകൂടാതെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇതിനകത്ത് വൈറ്റമിൻ സി, ഇ, കെ, B6, ഫോളേറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉള്ള ഫാറ്റ്സ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗുണകരമായിട്ടുള്ള ഫാറ്റും കൂടി അടങ്ങിയിട്ടുള്ള ഒരു വളരെയേറെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാം, ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വെയിറ്റ് ലോസിന് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് കൂടുന്നില്ല. അതുപോലെ തന്നെ ഈ ഹെൽത്തി ഫാറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിനും വളരെയേറെ അത് നല്ലതാണ്. അതുകൂടാതെ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷൻ കറക്റ്റ് ആക്കുകയും ചെയ്യും. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDLനെ കുറയ്ക്കാനും HDL നല്ല കൊളസ്ട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളിൻ്റെ ഒക്കെ ലെവൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിനകത്ത് ലൂട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ ഏജ് പ്രോഗ്രസ് ആകുമ്പോൾ ഉള്ള മാക്കുലർ ഡീജനറേഷൻസ് ഒക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അതൊക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇതിനകത്ത് വൈറ്റമിൻ K അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോൺ ഹെൽത്തിന് നല്ലതാണ്. കാൽഷ്യം അബ്സോർപ്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് പ്രഗ്നൻ്റ് ആവാൻ ഉദ്ദേശിക്കുന്നവരും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതായത് ഈ കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെയും തലച്ചോറിൻ്റെയും ഒക്കെ ഡിഫക്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പ്രഗ്നൻ്റ് ലേഡീസൊക്കെ ആഴ്ചയിൽ 2 or 3 times അവക്കാഡോ കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇതൊരു മെൻ്റൽ റിലാക്സേഷൻ, അതായത് ഒരു സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാനും കൂടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ലതാണ്. ഇതിനകത്ത് ഒത്തിരി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഹെൽത്തിന് ഇത് ഒത്തിരി സഹായിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഉള്ളവർക്ക് ഇത് വളരെ ഇഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പിന്നെ ഇത് ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും കൂടി സഹായിക്കുന്നുണ്ട്. ഇതിൽ വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഇത് ആഴ്ചയിൽ 2-3 തവണ ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതിൽ പ്രശ്നമില്ല. ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. പിന്നെ നമുക്കൊരു ഒത്തിരി എനർജി തരുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ്. ഒരു എനർജി ബൂസ്റ്ററാണ്. നമുക്ക് എന്തെങ്കിലും വയ്യായ്ക അല്ലെങ്കിൽ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റൻ്റായിട്ട് എനർജി തരുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ്. അപ്പോൾ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. ഇത് പല തരത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അവക്കാഡോ ജ്യൂസ് അടിച്ചിട്ടും അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ നമുക്ക് സാലഡ്സിലൊക്കെ നമുക്ക് അവക്കാഡോ ആഡ് ചെയ്യാനായിട്ട് പറ്റും. വളരെയേറെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. അപ്പോൾ ഇത്രയാണ് അവക്കാഡോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ആയിട്ട് ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.